ആ മക്കളെ പേരെന്താ നിങ്ങളെല്ലോ? ഞാനൊരു കാര്യം പറയട്ടാ. ആ പറ പോലെ. കൊറേ കാലമായില്ലേ ഇത്, എന്ത് പറ്റിയത്? നടക്കാൻ ഒട്ടും പറ്റില്ലല്ലേ? കറി ഒഴിക്കാനായില്ലേ എന്ത്? അല്ല അയ്യോ ആ നല്ല നടക്കാനൊക്കെ ഭയങ്കര പാടല്ലയോ? കിടക്കാനൊക്കെ നല്ല പാടാന്നോ? അപ്പ നടക്കാനൊക്കെ നല്ല പാടാണോ നടക്കാനൊക്കെ? ആ അതെ മക്കളെ, അതെ അതെ അതെ. അപ്പ ഇനി എത്ര നാളെന്ന് പറഞ്ഞാ ഇങ്ങനെ? ഈ ചിങ്ങത്തിന് മോനെ കൂടി പോയാൽ അത്രയും പോകും. മക്കള് വല്ലതും ഉണ്ടോ? പെമ്മക്കള് 69, അല്ല പെമ്മക്കള് 17. 17ഓ? ആ മോനെ 17 മക്കളാണോ? 17 വയസ്സുള്ള ടോട്ടല് 69 മക്കള്, 10 ഭാര്യമാർക്ക്. നിങ്ങക്ക് അണ്ടിയാണോ മെഷീനാണോ അവിടെ ഇരിക്കണേ? ഓരെ പണ്ട് സ്ഥിരവും കളവറിക്കാൻ പോലും കളവറിക്കാൻ പോകുമ്പോ ഓരോ വീട്ടിൽ പോകും. അപ്പൊ അതിന്റെ ഇതില് പാടത്തുനിന്ന് കളവറിക്കുമ്പോരോ ഒന്ന് കേറാ ചന്ദ്രു മെയിൻ റേഡില്. ഹലോ ഹലോ മോവേന്ദ്ര, നീ എവിടെ? മെച്ചടിച്ചിങ്ങ 743. ആ പെട്ടതാ. ഞാൻ പൈസ എല്ലാം തരാം, എന്റെ മോനെ കണ്ടുപിടിച്ചു. അതെ അതെ എടാ, ഞാൻ കാര്യം പറയട്ടെ. അപ്പാപ്പന് ചെവിയൊന്നും വലിയതായിട്ട് കേടുവിടുന്ന പ്രായത്തിന്റെ ഒരു ഇതുണ്ടേ. നമ്മള് സിറ്റിസൺ, നമ്മൾ ഇത്രയും എന്താ പറയാ, മൂത്ത എന്താ പറയണ നമ്മള് ആദ്യം കഴിക്കും പിന്നെ കഴിക്കും. അത് എനിക്കറിയാം. നിനക്ക് കഴിച്ചോക്കാം, നിനക്ക് കഴിച്ചെങ്കിൽ ചിലപ്പോ അതിനെപ്പറ്റി നമ്മളിപ്പോ ഒന്നും പറയില്ല. നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല. അതിനെപ്പറ്റി നമുക്ക് പറയാൻ നമ്മളാളല്ല. എടാ നമുക്ക് അപ്പാപ്പന്റെ ഒരു എത്ര വർഷമാടാ ഇത്ര സീനിയർ, ഒരു സീനിയർ ആയിട്ടുള്ള സീനിയർ സിറ്റിസൺ അല്ലേ നമ്മുടെ നാട്ടിലെ. നമുക്ക് എവർക്ക് വേണ്ടിട്ട് എന്തേലും ചെയ്യണം, എന്തേലും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പാപ്പന്റെ അടുത്ത്. ചില്ലറ കഴ എന്നല്ല, പെണ്ണ് തന്നെ വേണോ? ചന്ദ്രു ഇങ്ങോട്ട് ഈ പെണ്ണല്ലാണ്ട് വേറെന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ അവസാനമായിട്ട്? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം, ഒരു നേരം കിടക്കണം. അത് നടക്കണ കാര്യം, അതെല്ലാം രസമാണ്. എന്തേലും വെറൈറ്റി, കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് ഇതുവരെ ചെയ്യാത്ത എന്തേലും വെറൈറ്റി ആയിട്ട് പറക്കണം മക്കളെ. എനക്ക് നമ്മള് ചെയ്തു തരൂലേ അപ്പാ? ഫ്ലൈറ്റ് കയറണ മക്കളെ ഞാൻ ഏറ്റില്ലേ അപ്പാ? നമ്മളില്ലേ ചന്ദ്രബോസ ടീം നീല ദൈവത്തിനല്ലേ? ഈ മക്കളെയൊക്കെ ഉണ്ടാക്കി ഇടുന്ന വെറുതെ അപ്പാ നമ്മള് ജീവിതത്തിൽ. സത്യം പറയല്ല, ഇവന്മാരൊന്നും നമ്മളെ നോക്കത്തില്ലെന്നേ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ എന്റെ മകനെ ഫ്രീ ആയിട്ട് വിട്ടേക്കണം. അവൻ ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കില്ല അപ്പാ. ഇറങ്ങിങ്ങോട്ട്. അതാണ് എടേ അപ്പാപ്പന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇടീരേ. ഞാൻ ദൈവത്തിന് വിളിക്കട്ടെ. അപ്പാപ്പന്റെ മക്കൾ സുബേടാ, കൊച്ചു പിള്ളേരാ അപ്പാപ്പ. ഈ കൊച്ചു പിള്ളേർക്ക് ഈ കൊച്ചു ഉപദേശം കൊടുത്തേ. ഈ കുരിപ്പിനല്ലോ ഇവൻ തീയും വെച്ച് കളിക്കുന്നവന്റെ ചുണ്ണി വളരേണ്ട പ്രായത്തിന് നീ അമ്മാവന്മാരെപ്പരം നടക്കുന്നു. അതാണ് വലിയ വായില് ചെറിയ വായില് ചെറിയ വായില് വലിയ വർത്താനം പറയലെന്ന് പറ പാപ്പ. ചെറിയ വായില് വലിയ വായില് ചെറിയ വായില് വലിയ വർത്താനം പറയണ്ട മോനെ. അച്ഛൻ പറയുന്നത് കേൾക്കണം. അഡ്മിനെ കേട്ടോ, അഡ്മിനെ. അഡ്മിനെ ഒരു പ്ലെയിൻ വേണം, ഒരു പ്ലെയിൻ വേണമായിരുന്നു.
ഇവിടെ താഴെ ഈ ഇറക്കത്തിലിട്ട ഞാൻ ഈ കയറ്റത്തിൽ പൊക്കിയെടുത്തുണ്ടെങ്കിൽ പൊക്കോളാം. ഫ്രീ പ്ലെയിൻ ഇല്ല, മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ലക്ഷറി പ്ലെയിൻ ഇല്ലേ? ഇല്ല, പ്ലെയിൻ 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 പ്ലെയിൻ. ആ ആ ചെറുത് ചെറുത് ചെറുത്. ആ അതെ, ആ ഇതൊക്കെയാണ്. എനിക്ക് കുറച്ച് ഒരു 5 പാരഷൂട്ട് തരാം. 6 പാരഷൂട്ട്. ആ പഠിക്കണം. കൊള്ള. ആ കുഴപ്പമില്ല. വണ്ടി സൗണ്ട് മാറ്റി, സൗണ്ട് മാറ്റാൻ പറ്റില്ല. എനിക്കൊന്ന് മനസ്സിലാവുന്നു നീ പറയണേ. ഇതാര വണ്ടി? ഇത് ഗ്യാങ് വണ്ടി. ഇത് സൂപ്പർ വണ്ടി. ഇത് ആരുടെ വണ്ടി? ഇത് ആരെങ്കിലും കണ്ടോ? എന്റെ ബ്രഷൊക്കെ ഊരിപ്പോ ഇളെ തല്ലിട്ട് എന്റെ ഒച്ചക്കാണോടാ കിട്ടില്ല വണ്ടിന്ന്. ആ 5 ലക്ഷം വെച്ചിട്ട്. ഓക്കെ ഓക്കെ. എത്ര 5 ലക്ഷം വെച്ചിട്ട് എത്ര ടോട്ടൽ? 5, 10, 15, 20, 25, 30, 40, എത്ര? 21 ലക്ഷം. ഓക്കെ ഓക്കെ. 10, 100, 1000, 15 ലക്ഷം, 10 ലക്ഷം, 10 ലക്ഷം. നമ്മൾ അങ്ങനെ പറ്റിയില്ലല്ലോ. നമ്മള് സിറ്റിയിലൊരു സീനിയർ സിറ്റിസന്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കാൻ പോണ. അതാണ് എന്റെ ഫുള്ളാണോ? അല്ലല്ല, അത് ഫുള്ളാണ്. ഇനി ആരെടുക്കല്ലേ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. എടാ ആരും എടുക്കല്ലേ? ഇല്ല ആരും എടുക്കത്തില്ല. അന്ന് മാറാ. 3 എടുത്തിട്ടുണ്ട്, 2 താഴെ ബാക്കിയുണ്ട്. ആരെടുത്ത? ചന്ദ്രന്റെ മോൻ അല്ലാതെ ആര്? ആ കഴിവറ മോൻ അല്ലാതെ നീക അതിങ്ങട്. ഇല്ല, ഒരാവശ്യം താഴെ പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഒരെണ്ണം വെച്ചിട്ട് ബാക്കിയിട്. ചന്ദ്രു ആ ഓക്കെ ഓക്കെ. എടാ അപ്പാപ്പൻ്റെ അടുത്തേ ചാടി വണ്ടി കയറാൻ പറ. വണ്ടി കയറി ചുമ്മാ ഇറങ്ങടാ റാസ്കൽ. കേറി പറഞ്ഞുതരാം. തത്തേ കേറ്. ഞാൻ ഓടിക്കണ പിന്നല്ല സൂര്യ ബാക്കിരിക്കേ. നീ അവിടെ കേറി എന്തെങ്കിലും നെക്കിയിട്ട്. ഇതെന്താ കൊച്ചുകളി? വണ്ടിയുടെ റേഡിയോ 62 കയറിയ റേഡിയോ 62 കേറ്. എല്ലാരും കേറ്. ബാക്കില് പപ്പനൊന്നും അറിയത്തില്ല. അപ്പാപ്പ F6 അടിച്ച. അപ്പാപ്പ F6 ബാക്കിലോട്ടോ. അപ്പാപ്പ ഇത് പുള്ളകളിയല്ല കളിക്കുന്ന
പൊങ്ങിയ മക്കളെ. എന്താടാ സൂര്യ നീ അവനെ കളിക്കുവാണ് മക്കളെ പൊങ്ങിയ മക്കളെ. മക്കളെ പൊങ്ങി. അളിയാ കിളവന് തിന്നിട്ട് എല്ലിനിടെ കയറിട്ടോ അതെ നമ്മളെ എയർപോർട്ടിൽ പോയിട്ടാണ് ട്രിപ്പ് ആരംഭിക്കുന്നത്. മക്കൾ ഇതെന്ന മൈഫ്ലൈ. ഫ്ലൈയോ അപ്പൊ ഫ്ലൈ കണ്ടോ അപ്പൊ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം നമ്മൾ ശരിയാക്കി തരാം. അപ്പൊ ഫ്രൈ തന്നിട്ടുണ്ട് മോനെ. ഫ്രൈ തന്നിട്ടുണ്ട്. ഫ്ലൈ സിനിമ കണ്ടോ ഫ്ലൈ സിനിമ ഇങ്ങനെ മോനെ ഫ്രൈ പ്ലെയിനിൽ തന്നിട്ടുണ്ട്. പോകുമ്പോ ഹെയർ ഹോർസസ് ഒക്കെ ചന്ദ്രു എന്നിട്ട് കണ്ടിട്ടില്ല അപ്പാപ്പൻ താടിയോലയില് മാത്രമേ വായിച്ചിട്ടുള്ളൂ മോനെ. പടമൊന്നും കണ്ടിട്ടില്ല. ചന്ദ്രു ഇവിടെ അപ്പാപ്പ പോയി. പോയടാ. ചന്ദ്രാളിയാ ചന്ദ്രു ഞാൻ നമ്മുടെ ഫ്രണ്ടിൽ അങ്ങ് പണിത് അപ്പാപ്പനെ രക്ഷിക്കാൻ പറ്റൂലടാ ഇനി. പറ്റത്തില്ല. ഇനി ചന്ദ്രു ഞാൻ ശ്മശാനത്തിൽ വിളിച്ചു പറയട്ടെ. എടാ വിളിച്ച് പറയടാ. അപ്പാപ്പ നമ്മളോട്ട് പോയടാ. ഇല്ല വല്ല രക്ഷിക്കാൻ പറ്റില്ല. ആള് പോയി. ആള് നമ്മളോട്ട് പോയി. ആള് വണ്ടിയിൽ വെച്ച് മരിച്ചായിരുന്നു. ശ്വാസം മുട്ടിയായിരുന്നു പുള്ളിക്ക്. ഇല്ല അറ്റാക്ക് ആയിരുന്നു അയ്യോ. ഇല്ല ഇനി നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമ്മ അടക്കിക്കോളാം. അല്ല ഇത് ആള് കുട്ടിയുടെ ആ കുട്ടീനെ കൂടി ഒന്ന് രക്ഷിക്കാം പെട്ടെന്ന്. കുട്ടിക്കൊന്ന് അപ്പൊ അവൻ പോയി നമ്മളോട്ട്. എങ്ങനെയിരുന്ന മനുഷ്യനെ തുള്ളിച്ചാണ് ഇന്നല്ലേ. എടാ അപ്പാപ്പന്റെ അവസാനത്തെ ആഗ്രഹം എനിക്ക് ഡെഡ് ബോഡിയിൽ പാരഷൂട്ട് കയറ്റി വെച്ചിട്ട് എനിക്ക് ഇറക്കണോടാ അപ്പാപ്പനെ. അല്ലെ അത് അപ്പാപ്പന്റെ ആഗ്രഹം അപ്പാപ്പന് പറക്കണമെന്നുള്ള ആഗ്രഹം എനിക്ക് നിറവേറ്റി കൊടുക്കണോടാ അപ്പാപ്പനെ. വേണ്ട ചെക്ക് ചെയ്യണ്ട. നമ്മള് ചെക്ക് നിങ്ങള് ചെക്ക് ചെയ്ത അല്ല പോയി. ആള് പോയി ഡോക്ടറെ. ആള് പോയി. നമ്മള് ചെക്ക് ചെയ്ത് ആള് പോയി. ആൾക്ക് ഒട്ടും വയ്യായിരുന്നു. പുള്ളി കഴുത്തിന് അടിയിലേക്ക് തളർന്നു കിടക്കുവാണ്. മാഡം മനസ്സിലാക്കണം. ഇത്രയും നാള് നമ്മളാണ് എല്ലാം ചെയ്തോണ്ടിരിക്കുന്നത്. പുള്ളി പൊക്കോട്ടെ. പുള്ളി നരയിപ്പിക്കല്ലേ മാഡം പ്ലീസ്. പുള്ളി പൊക്കോട്ടെ. പുള്ളി സന്തോഷായിട്ട് പൊക്കോട്ടെ മാഡം. പൊക്കോളൂ മാഡം പൊക്കോളൂ. ഒന്നുകൂടെ രക്ഷിക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ. രക്ഷപ്പെടുവോ? ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന്. ചത്തതാന്ന് തോന്നണേ കണ്ടിട്ട്. അല്ല മരിച്ച ആള് മരിച്ചായിരിക്കും. ഇനി ഇത് രക്ഷപ്പെടണമെങ്കിൽ ഇത് മെഡിക്കൽ മിറാക്കിളാണ്. മാഡത്തിനെ കൊണ്ട് പറ്റുമോ നോക്കൂ. മാഡം ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ. ആള് പാരലൈസ്ഡ് ആണ്. കഴുത്തിന് അടിയിലേക്ക് പാരലൈസ്ഡാ. പിന്നെ അപ്പാപ്പന്റെ രോമം ഇത് രോമത്തിന്റെ പ്രായാണ് അപ്പാപ്പ ഇട്ടേക്കണേ. നോക്കിയേ മെഡിക്കൽ മിറാക്കിൾ. അപ്പാപ്പ മാഡം യു മൈ ഗോഡ് യു റിയലി എക്സലന്റ് വർക്ക് മാഡം. എക്സലന്റ് വർക്ക് മാഡം. പക്ഷെ ഞങ്ങള് പോയപ്പോ മെഡിക്കൽ മിറാക്കിൾ. പോയില്ല ആള് പോയില്ല. സൂര്യ മോനെ ഇല്ല പോയില്ല. അളിയന്റെ കിളവന്റെ ബ്രെയിൻ അടിച്ചു പോയ അളിയാ വീണപ്പോ. എടാ ഞാൻ കിടില. ഞാൻ ഒന്നുകൂടി ചോദിക്കണേ. തളർന്നിടക്ക് പറഞ്ഞത് എങ്ങനെയാണ്? വല്ല അയല് പോയി വീണു. പ്രായൊക്കെ ആയിട്ടാ വന്നേക്കുന്നേ. ഞാൻ ഒരു വഴിപോക്കൻ.
ഇതുവഴി വന്നപ്പോ കണ്ടതാ അപ്പാപ്പനെ. എടാ ഇങ്ങോട്ടാ SRK എവിടെ പോയി? SRK ഇത് പറഞ്ഞു റിങ്ക ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറത്താൻ പറ്റും. എടാ 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 റെഡി കയറ. അപ്പം വിളിച്ചോ, നമുക്ക് പ്ലെയിൻ എടുത്ത് ഇവിടെ നിന്ന് പോവാം. ആ പ്ലെയിനൊക്കെ അദ്ദേഹത്തിന് തിരിച്ചോക്കാം. ഇനി കിട്ടുമെന്ന് പറഞ്ഞോടാ. എടാ എടാ ഒരാൾ അപ്പാപ്പനെ കയറി അടിക്കണം. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയിട്ടെ ചാടാ. നമുക്ക് കിളവനെ കൊണ്ട് നേരെ കടലിൽ തള്ളിയല്ല എന്താ പറയണ അതാ, അല്ലെങ്കിൽ കായപ്പറക്കി കൊണ്ടിറങ്ങാലാ. അവിടെ കൊണ്ടിട്ടേക്കാം, അതാകുമ്പോ ഷെയ്ക്ക് തന്നെ കണ്ടുപിടിച്ച് വന്നു. അങ്ങനാണോ? അറിയില്ലേ? മേലോട്ട് പറപ്പിക്കുന്നു പറഞ്ഞു, പക്ഷെ ഉടലോടെ മേലോട്ട് ഇല്ല ഇപ്പൊ ഇല്ല ശരിയാ. പുള്ളിക്ക് 26 മക്കളുണ്ട്. സോറി 69 മക്കളുണ്ട്. അപ്പൊ ഈ മക്കൾക്ക് നിങ്ങളെ സമ്പാദ്യം എന്തെങ്കിലും കൊള്ളായിരുന്നു. എനിക്ക് ഞാനിങ്ങനെ ആലോചിച്ചു, എന്നാൽ ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പൊ തന്നെ പറയാനുള്ളത്. സത്യമാണ്, ഇത് എന്തൊരു വലിയൊരു ഇതായിരുന്നു ഇത്. അല്ല ഞാൻ വിചാരിച്ച ചന്ദ്രനെ അറിയാം ഒരുമാതിരി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓരോ സാധനങ്ങളെ. എടാ നീ ഒന്നുകൂടെ ഹെൽപ്പിടോ പ്ലെയിൻ ഫോർ ആർപി എന്ന് പറഞ്ഞിട്ട്. കൊച്ചേർക്കടാ എടാ ഞാൻ പാട്ടിട്ടെ. അപ്പാ വാ 2 സ്റ്റെപ്പൊക്കെ ഇട്. ജീവനോടെ ഒന്നേല്ലേ, 2 സ്റ്റെപ്പൊക്കെ ഇട്. എടാ ഞാൻ പാട്ടിടാ. എടാ മറ്റേ പാട്ട് എന്തോന്ന്. അപ്പൊ ഒരു പ്ലെയിന് ഇല്ല എനിക്ക് ഓൾറെഡി തന്നേയാ, അത് പൊട്ടിയതാ. ഇല്ല ഒരു പ്രശ്നമില്ല. ഞാൻ ഇതുകൊണ്ട് വാറിടക്കുന്ന സ്ഥലത്ത് പോകത്തേ ഇല്ല. ഇത് വന്നത് ഇത് സംഭവം എന്താ അറിയാ, എന്താ ചന്ദ്ര ഇതെന്തിനാ പോന്നിട്ട് പോയത്? അത് ബുർജ് ഖലീഫയുടെ വേറൊരു ബിൽഡിംഗ് അല്ലേ വന്ന് വീണത് ഇപ്പം? സംഭവം എന്താ പറയാ ചന്ദ്രു, വന്ന് ഹെൽപ്പ് ഇട്ട് വന്നായിരുന്നല്ലോ. അത് പോയോ? അതെ അയ്യോ നായിന്റെ പോലെ. അയ്യോ എന്ന് പറയാൻ മൂവ്മെന്റ് ഇട്ടുണ്ടായിരുന്നു. എടാ പൊന്ന പട്ടി. സോറി ഞാന് 2 ദിവസം ആയുള്ള ഞാൻ സിറ്റി വന്നു. ഞാൻ ഈ ബിൽഡിംഗ് പെട്ടെന്ന് നോക്കി നിങ്ങൾ എന്റെ ബിൽഡിംഗ് നോക്കിട്ട് പറയുന്നത് ഒരുത്ത ചത്ത്, ഒരുത്ത മരിച്ചവിടെ. അപ്പാ ഒതുങ്ങില്ലേ ഈ കാറിന്റെ കാറ്റടിച്ചാ മതി തീരെ. ഇങ്ങോട്ട് മാറില്ലേ അവസാനത്തെ ചെറിയ ലക്ഷറി പ്ലെയിനില്ലേ കുഞ്ഞ് ചെറിയ വലുത് മതിയായിരുന്നു എന്തൊരു, അത് കാണാൻ വലിയ സമയം എടുക്കും. ഇല്ല അത് തലവേന നല്ല തലവേന. എന്ത് നൈസ് നീ പറഞ്ഞത് നൈസ് ആണെന്ന് കഴിവ് പറഞ്ഞേ. വണ്ടി പറക്കണ്ടേ പൊങ്ങണ്ടേ ഇവിടുന്ന്. ഇത് നമ്മൾ ചെയ്യുന്ന ഇങ്ങേർക്ക് വേണ്ടിയില്ലേ, അപ്പൊ ഞാൻ 12 ടർബൈൻ വിളിച്ച് പറയട്ടെ വേണ്ടെന്ന്. ഓൾറെഡി ബുക്ക് ചെയ്ത് ചുമ്മാ അപ്പാപ്പനെ ഓക്കെ സെറ്റ് അപ്പാപ്പനെ കേരി അടിച്ചിട്ട് അപ്പാപ്പനെ വെയിറ്റ് ഓക്കെ അപ്പാ എടാ കേറല് നീക ഇങ്ങോട്ട് വാ, നീക ഇറങ്ങി വാ. നീ ഓടിക്കണം
അപ്പാപ്പ നമ്മള് ആൾക്കാർ വരും. ഇല്ല അത് മതി റെഡി ഇപ്പൊ അപ്പാപ്പ ഇറങ്ങാൻ അപ്പാപ്പന്റെ ഫൈനൽ ആഗ്രഹമാണ് നമ്മളെ സാധിച്ചു തരാൻ പോണത്. എന്താണ് ഈ ഒരു അവസരത്തിൽ അപ്പാപ്പൻ നമ്മുടെ അടുത്ത് പറയാനുള്ളത്, ഈ ഒരു ജനറേഷന്റെ അടുത്ത് നമ്മുടെ അടുത്തൊക്കെ? നന്ദിയുടെ കടപ്പാട് വേണ്ട. മക്കളെ പോലുള്ള മക്കളാണ് ഈ ജനറേഷൻ ആവശ്യം. ആണല്ലേ? മക്കൾക്കൊന്നും ഒരിക്കലും ഒരു പെണ്ണ് കിട്ടി വഴിക്കാറ് ഈ നാടിന് വേണ്ടി ഇറങ്ങണം മക്കള്. നാടിന്റെ ഭരിക്കേണ്ടവരാണ് മക്കള്. അപ്പാപ്പൻ പറയണ എല്ലാവരുടെ എന്റെ ഒരു ആഗ്രഹം ഇതുപോലെ കുറച്ചേര് സാധിച്ചെന്നൊക്കെ. എന്തായാലും പറയും മോനെ. സാർക്ക് നിനക്ക് ഞാൻ പാരഷൂട്ട് കഴിപ്പിക്കും. ഞാനൊക്കെ നേരത്തെ ഇട്ട് അത് ഓടാക്കാനുള്ള സമയം കിട്ടിയില്ലല്ലോ നീക താഴെട്ടോ എന്നിട്ട് എല്ലാരും വണ്ടി കയറില്ല, എല്ലാരും കയറും. മക്കളെ നമ്മള് താഴോട്ടല്ലേ പോവാ, മേലോട്ട് പോവാ. ഇല്ല ചന്ദ്രനല്ലേ ഓടിക്കണ്ടേ. ഇനി എന്തായാലും നമ്മള് പരലോകത്തിൽ എത്തുമ്പോ കാണാം. സൂര്യ കേറാ എങ്ങനെയായിരുന്നു? അവിടെ പല സ്വിച്ചും കാണും, പിടിച്ച് നെക്കല്ലേ. ആർക്കെങ്കിലും മക്കൾക്ക് ആർക്കെങ്കിലും പാട്ട് പാടാൻ അറിയാം സൂര്യ എടാ ഇത് ഇച്ചിരി എല്ലാം റേഡിയോ മുമ്പോട്ട് പോകും. പാട്ട് പാടുവോ? എടാ റേഡിയോ 62 റേഡിയോ 62 ഫ്രണ്ടൊക്കെ പൊക്കുന്ന ഇവിടന്നേ പൊക്കും. പാട്ടെല്ലാം പാടിയിട്ട് പൊക്കും മക്കളെ. 62 പരിപാടിയല്ല ഈ പൊക്കളെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? മോനെ കാണുമ്പോ എടാ റേഡിയോ കയറണം 62 റേഡിയോ 62. കുഞ്ഞിക്കുരിപ്പേ ഒരു പാട്ട് പാട്. പാട്ട് മോനെ, നമ്മൾ ആകാശത്തുനിന്ന് പാട്ട് പാടണം. ഞാൻ എന്ത് ചെയ്യും? എല്ലാം ക്ലിയറല്ലേ? വേണമെങ്കിൽ ടെസ്റ്റ് നോക്കാം. ലാൻഡിംഗ് ഗിയർ ആക്ടിവേറ്റ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോഴും. ഒന്ന് അത്രേ ഉള്ളു. മക്കളെ ഒന്ന് തോക്കും. എന്റെ സ്ലിപ്പ് കുഴപ്പമില്ല. വണ്ടിയിലെ അതെ ലാൻഡിംഗ് ഗിയർ പൊക്കുന്നതിനോടൊപ്പം വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആയി പോയി. സ്വിച്ച് മാറി, രണ്ടും ഒരേ സ്വിച്ച് ആയിരുന്നു കേട്ടോ, മാറി. മക്കളെ എന്റെ മക്കളെ തിരുവണ്ടം വരാൻ തോന്നുന്നല്ലോ. എടാ അപ്പാപ്പനെ ഞാൻ സിറ്റ് ചെയ്ത് അടുക്ക് വെച്ച് നല്ല പൊക്കമാണ്. അപ്പാപ്പനെ പാരഷൂട്ടില് ഒന്ന് റെഡി ആയിക്കോണേ. രാത്രി എന്നാ മോനെ സെൻസെക്സാ സ്ട്രോബെറീസ്
ഒന്ന് പൊക്കാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നെ. latitude clear 1 2 3 1 2 3 fuel Good calls, good calls, good calls, Nigan. ഇതിനെ പറ്റിയുള്ള നല്ല ജ്ഞാനമുള്ള മക്കളാന്ന് തോന്നുന്നു. latitude down latitude down get the spot yeah or good all good എന്തൊക്കെ ഈ കുഞ്ഞ് പറയുന്നത്? അപ്പൊ ഇതൊക്കെ പൈലറ്റ്മാരുടെ അപ്പൊ സ്കൈ അടിയിലേക്ക് നോക്കൂ, അതാണ് സ്കൈ. ഇല്ല മക്കളെ, ശോഭേനെ കണ്ടിട്ടുണ്ട്. എന്നാ മക്കളെ വെള്ളം തെറിച്ച പോലെ. അപ്പൊ ഇതാണ് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞില്ലേ, നോക്കിക്കേ, കണ്ടില്ലേ? ഇത് ആക്ച്വലി പരന്നതാണ്. ഇത് നമ്മളെ പറ്റിക്കുവാണ് ആൾക്കാര് ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞേ. സത്യം മക്കളെ, സത്യം. ഇതെന്നാ മക്കളെ ഈ തെറിച്ച സാധനം വെള്ള? ഞാൻ പണ്ട് ഇതെല്ലാം കണ്ടിട്ടുണ്ട്. ഓ മേഘം പോയി Okay, Nigan, sir, Captain. Detach Apapan without parachute. ഞാൻ പറക്കാൻ പോകുന്നു. Okay. Done. Without parachute. Okay, over. Over. 3, 2, 1, go! Detach! Niga! Parachute! Chandra, parachute. എടാ അവർ സേഫ് ആടാ. അത് താഴെ ഉണ്ടോ? എന്റെ അളിയോടെ എടാ നീ എടാ പൈലറ്റ് ആൻഡ് സൺ ഓവർ നീ ഏത് അയ്യോ നമ്മളിപ്പോ ഇടിച്ചു കണ്ട അവിടെ. ചന്ദ്രനല്ലേ ഇത്? നമ്മുടെ പൈലറ്റിന്റെ ഇതിന്റെ ഫ്ലൈറ്റിന്റെ സെക്കൻഡ് എഞ്ചിൻ ഡൗൺ ആയി പോയി ബ്രോ പെട്ടെന്ന്. നിങ്ങള് മറ്റേ ഇവരല്ലേ 9/11 റീക്രിയേറ്റ് ചെയ്യാൻ വന്നവരല്ലേ? ആരാണ്? അതാണ് 9/11 അതല്ലേ? 9/11 അത് നമ്മളെ പണ്ട് നടന്നൊരു സംഭവം. പുരാതന കാലത്തെ ഒരു വിമാനം ഇതുപോലെ കൊണ്ടുവന്ന് ഒരു ബിൽഡിങ്ങിലോട്ട് കുത്തിച്ചങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അതല്ല ഇത് ആക്ച്വലി നമ്മള് ഞാൻ പറഞ്ഞ ഒരാളെ എടുക്കണ്ടെന്ന് പൈലറ്റിന്റെ സെക്കൻഡ് ഞാൻ ഒരു ഡൗട്ട് വെച്ചോട്ടെ. ഇപ്പം 2 എഞ്ചിനല്ലേ ഒരു ഇതിന് വരുന്നത് വിമാനത്തിന്? ഒരു എഞ്ചിൻ ഡൗൺ ആയ ഒരെണ്ണം ഇതാക്കാൻ പറ്റൂലേ? ഇല്ല ഇത് ഇച്ചിരി കൂടിയ എഞ്ചിനാണേ. ഇത് അങ്ങനെ പറ്റത്തില്ല. രണ്ട് കണക്റ്റഡ് ആണ്. ഓവർവെയിറ്റർ ആയിരുന്നു. ഇതെന്താ ആരടിക്കുന്നുണ്ടേ? ശിവരാമ സാറേ ഇപ്പൊ ജസ്റ്റ് ഒരാള് സാറിന്റെ വണ്ടി ലീഫ് അടിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നോ? അതെ, ഇവിടെ ഫാന് ഓടിക്കൊണ്ടിരിക്കുമ്പോ തലയെ കൊണ്ട് ഉയർത്താ പോവും. സാറത് കാറ്റില് ഇതാരാ മരിച്ചത്? ഇതൊക്കെ ആരാ? ഹലോ ബ്രോക്ക് എന്ത് പറ്റിയേ? ഒന്നും പറയണ്ട, ഫ്ലൈറ്റ് ഒന്നും തല വീണത്. ബ്രോ സോറി ബ്രോ, അതെ എന്റെ വണ്ടിയുടെ ഒരു എഞ്ചിൻ ഓഫായി കംപ്ലൈന്റ് ആയേ. അപ്പൊ അടുത്ത എഞ്ചിൻ ഓൺ ആക്കാനുള്ള സ്വിച്ച് അറിയത്തില്ലായിരുന്നേ. ഈ വാഹനാപകടത്തില് മരിച്ച ആളാണ് ഇത്. ഇയാളുടെ നേരത്തെ വണ്ടി ഇടിച്ചു കയറിയെന്ന് പറയുന്നത്.
അതെ കണ്ടോ കുഴപ്പമില്ല പോട്ടെ ഫ്ലൈറ്റ് അല്ലേ ഫ്ലൈറ്റ് ഇടിച്ച് മരിച്ചെന്ന് പറയാലോ നമ്മുടെ എഞ്ചിനെ ചന്ദ്രൻ എന്താ ചന്ദ്രൻ ചന്ദ്രൻ ആ. ബിയർ ബോട്ടിൽ നെയിം ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കാൻ പറട്ടാ പുള്ളിക്ക്. എന്താ അല്ല അല്ല ഇവിടെ പറ നീലകണ്ഠൻ ബ്രോ ബ്രോ ചന്ദ്ര 1 കോടി വേണോന്ന് ഇങ്ങനെ നീ ഞാൻ നീ അവനോട് പറയുന്നത് കേട്ടെ, 1 കോടി വേണമെന്ന് പറയാ. കേട്ടാ? അല്ല വേണ്ട വേണ്ടാന്ന് 1 കോടി പിന്നെ 1 കോടി തന്നെ പൊക്കോ അളി വന്നേ. എടാ സൂര്യ മെസ്സേജ് ഇട്ടേക്കണ ഒരു മിനിറ്റ്. സൂര്യ എവിടെ? സൂര്യൻ ഫുഡ് പോലും കണ്ടില്ല ഇവിടെ. ഞാൻ തന്നെയാ ദ്രവിച്ചു പോയെന്ന്. SRK അവരൊക്കെ എവിടെ നിന്ന് വരും? മുതുക്കെത്തിയവന്മാര് എടാ ഞങ്ങൾ ഏതോ ബാങ്കില് പിന്നെ ആ തീവ്രവാദേ ഒറ്റൊരു സമയം കൊണ്ട് എടാ വണ്ടി വിളിക്കാം വെയിറ്റ്. ഇല്ല ഇല്ല ഒരാവശ്യമല്ല. എന്റെ പുതിയ വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല. ഇല്ല എന്റെ വണ്ടി പോ. എന്റെ പുത്ത വണ്ടി വാ. അപ്പാപ്പന്റെ SRK പൊന്തക്കാട്ടി വീണെന്ന് കേട്ടാ നീല അപ്പാപ്പന്റെ SRK പൊന്തക്കാട്ടി വീണെന്ന്. SRK പണിയില്ല പൊന്തക്കാട്ടി വീണിട്ട് പിന്നെ ചരിത്രം തുടിക്ക പ്ലക്ക് ചെയ്യുന്ന അപ്പാപ്പൻ. എടാ നീ അപ്പാപ്പൻ ഏതാ പൊന്തക്കാട്ടി വീണിട്ട് അപ്പാപ്പൻ നിന്നെ തുടിക്ക പ്ലക്ക് ചെയ്യുന്നറിഞ്ഞേ. ആ ഊമ്പിച്ച് അതിനെ പറഞ്ഞേ നിന്നെ തുടിക്ക പ്ലക്ക് ചെയ്യുന്ന പറഞ്ഞായിട്ട് ഉള്ളതാണോ? തുടിക്ക അമ്പടി ഹലോ